ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത അത്യന്തം നാടകീയമായ ഒരു നിമിഷത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ആത്മീയ തലവനും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ തലവനും നേർക്കുനേർ വന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലിയോ 14 മാർപ്പാപ്പയും തമ്മിലുള്ള വാക്പോര് വല്ലാത്തൊരു യുദ്ധപ്രഖ്യാപനമായി മാറിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം? വെറും ഒരു ഈഗോ തർക്കമാണോ ഇത്? അതോ ലോകത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന നിർണായകമായ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്? നമുക്ക് വിശദമായിട്ട് നോക്കാം. എരിതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ടാണ് ഈ ഒരു തർക്കം തുടങ്ങിയത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്നും ഒരു നാഗരികത തന്നെ ഇന്ന് രാത്രി അവസാനിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഈ പ്രസ്താവനയെ കടുത്ത ഭാഷയിലാണ് ലിയോ 14 മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഡിലൂഷൻ ഓഫ് ഓംനിപൊട്ടൻസ്, അല്ലെങ്കിൽ താൻ സർവശക്തനാണെന്ന വിഭ്രാന്തി എന്നാണ്. ലോക നേതാക്കൾ വിനയം കാണിക്കണമെന്നും യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല എന്നും വത്തിക്കാനിൽ നടന്ന പ്രാർത്ഥനയ്ക്കിടെ മാർപ്പാപ്പ പറഞ്ഞതാണ് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചത്. ട്രംപ് വെറുതെ ഇരിക്കുന്ന ആളല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്ലോറിഡയിൽ നിന്ന് വാഷിംഗ്ടണിലേക്കുള്ള തന്റെ വിമാനയാത്രക്കിടയിൽ ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ 10 തവണയാണ് മാർപ്പാപ്പയെ വിമർശിച്ചത്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ലിയോ മാർപ്പാപ്പയ്ക്ക് ക്രൈം തടയാൻ താല്പര്യമില്ല, അദ്ദേഹം ഒരു റാഡിക്കൽ ലെഫ്റ്റിസ്റ്റ് ആണ്. അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിക്കാൻ അദ്ദേഹത്തിന് ആരാണ് അധികാരം നൽകിയത്? അമേരിക്കൻ വോട്ടർമാർ എന്നെ തിരഞ്ഞെടുത്തത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ്. അവിടെയും തീർന്നില്ല, മാർപ്പാപ്പ സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ രാഷ്ട്രീയക്കാരനായി മാറുന്നുവെന്നും ട്രംപ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം മാർപ്പാപ്പ ആവില്ലായിരുന്നു എന്ന് വരെ ട്രംപ് പറഞ്ഞു വെച്ചു. ഈ പോരാട്ടത്തിനിടയിലാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു വിചിത്രമായ AI ചിത്രം പങ്കുവച്ചത്. വെള്ള വസ്ത്രം ധരിച്ച് ഒരു ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയുടെ മേൽ കൈവച്ച് അത്ഭുതം പ്രവർത്തിക്കുന്ന ട്രംപ്. ചുറ്റും അമേരിക്കൻ പതാകകളും പ്രാർത്ഥിക്കുന്ന നഴ്സുമാരും വിമാനങ്ങളും ഒക്കെയുണ്ട്. ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ ഇത് വൻ പ്രതിഷേധത്തിന് കാരണമായി. ഇതിനെ ബ്ലാസ്ഫമി, ദൈവനിന്ദ എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. എന്നാൽ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ട്രംപ് നൽകിയ വിശദീകരണം കേട്ട് ലോകം അമ്പരന്നിരിക്കുകയാണ്. അത് യേശുവല്ല, ഞാനൊരു ഡോക്ടറായിട്ട് അഭിനയിച്ചതാണ്, ഞാൻ ലോകത്തെ സുഖപ്പെടുത്തുകയാണ് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. മാപ്പ് ചോദിക്കാൻ അദ്ദേഹം തയ്യാറല്ലെന്ന് മാത്രമല്ല, താൻ ചെയ്തത് ശരിയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഇനി ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് അൾജീരിയയിൽ നിന്നുമാണ്. തന്റെ 10 ദിവസത്തെ ആഫ്രിക്കൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് അൾജീരിയയിൽ എത്തിയ മാർപ്പാപ്പ ട്രംപിന്റെ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ട്രംപിന് ഭയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാന്തനായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ആരെയും ഭയമില്ല, ക്രിസ്തുവിന്റെ സുവിശേഷം സമാധാനത്തിന്റെയാണ്. അത് പറയാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് മനുഷ്യരുടെ ജീവന് വില നൽകുന്ന സഭയുടെ തലവനാണ്. ട്രംപിനെ പേരെടുത്ത് പറയാതെ തന്നെ ലോകം മുഴുവൻ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അൾജീരിയയിലെ ജനങ്ങൾ വൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. ഈ തർക്കം അമേരിക്കയിലെ കാത്തലിക് വോട്ടർമാരെ 2 തട്ടിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ചിലർ ട്രംപിന്റെ കടുത്ത ദേശീയതയെ പിന്തുണയ്ക്കുമ്പോൾ ഭൂരിഭാഗം വിശ്വാസികളും സഭാ തലവനെ അപമാനിച്ചതിൽ അസ്വസ്ഥരാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം വത്തിക്കാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനി ഇന്ന് പറഞ്ഞത് അധാർമികമായ യുദ്ധങ്ങളെ വിമർശിക്കാൻ മാർപ്പാപ്പയ്ക്ക് അധികാരമുണ്ട് എന്നാണ്. എന്നാൽ ട്രംപ് പക്ഷം ഉറച്ചു നിൽക്കുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൽ തന്നെയാണ്. അതെ, നമ്മൾ കാണുന്നത് രാഷ്ട്രീയ അധികാരവും ആത്മീയ ബോധ്യവും തമ്മിലുള്ള ഒരു കൊടും പോരാട്ടമാണ്. ഒരു വശത്ത് സൈനിക കരുത്തും സോഷ്യൽ മീഡിയ സ്വാധീനവുമുള്ള ട്രംപ്, മറുവശത്ത് സമാധാനത്തിന്റെയും കരുണയുടെയും സന്ദേശവുമായിട്ട് ലിയോ 14 മാർപ്പാപ്പ. ഏതായാലും ഈ ഒരു തർക്കം കേവലം വാക്കുകളിൽ ഒതുങ്ങില്ല എന്ന് ഉറപ്പാണ്. ഇറാൻ യുദ്ധത്തിന്റെ ഗതിയും അതുപോലെ വരാനിരിക്കുന്ന ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളും ഈ 2 വ്യക്തികളുടെ നിലപാടുകളെ ആശ്രയിച്ചിരിക്കും. ട്രംപ് മാപ്പ് പറയുമോ, അതോ സഭയുടെ പിന്തുണയില്ലാതെ ട്രംപിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? 2026 ഏപ്രിൽ മാസം ചരിത്രത്തിന്റെ താളുകളിൽ എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.